നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിർമ്മാണ തൊഴിലാളികൾ കലക്ട്രേറ്റ് മാർച്ച് നടത്തുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് ഫെബ്രുവരി 27-ന് കലക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ പറഞ്ഞു. സർക്കാർ ഭൂമിയിൽ പോലും ചെങ്കൽ ഖനനം നടക്കുന്നുണ്ട് എന്നും KP സഹദേവൻ കൂട്ടിച്ചേർത്തു. ആയിരക്കണക്കിന് തൊഴിലാളികൾ, കേരളത്തിലെ 10,000-കണക്കിന് തൊഴിലാളികൾക്ക് അവർക്ക് ജോലിയില്ലാതായ അവസ്ഥ, കൃത്യമായ ഇതാണെങ്കിൽ വമ്പിച്ച വില കൊടുക്കേണ്ടി വരികയാണ്. കള്ളക്കടത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ട് വമ്പിച്ച വില കൊടുക്കേണ്ടി വരുന്നതാണ്. അതായത് ന്യായമായ വലിയ കൊടുത്ത് വാങ്ങിക്കാൻ വേണ്ടി കഴിയാത്തൊരവസ്ഥ. 5 ട്രില്യൺ ഉൾക്കൊള്ളുന്ന സമരസമിതി ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. 5 ട്രില്യൺ എന്ന് പറയുമ്പോൾ CITU, IITUC, STU, INTUC ഈ സംഘടനകളാണ്. ഇതിലെ മറ്റ് ഒരാവശ്യം കരിങ്കൽ ക്വാറിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ ജില്ലയെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നേരത്തെ 100 കണക്കിന് ചെറുകിട ക്വാറികളുണ്ടായിരുന്നു. 100 കണക്കിന്. നമ്മുടെ പഴയ ആളുകൾക്ക് അറിയാം, നമ്മുടെ റോഡ് സൈഡിൽ മുഴുവൻ തന്നെ കൂത്തുപറമ്പോ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയാൽ കാണാം കരിങ്കൽ ഉടക്കുന്ന തൊഴിലാളികളെ കാണാം. കരിങ്കൽ കുഴി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് കരിങ്കലിൻ്റെ ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കലാണ് അവിടെ. അപ്പോൾ അതെല്ലാം ഇപ്പോൾ ഇല്ല. അതെല്ലാം വൻകിട ക്വാറികളിൽ ആധിപത്യം വന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് ഫെബ്രുവരി 27-ന് ജില്ലാ കലക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്താൻ തീരുമാനിച്ചതെന്ന് CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത്. നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് 40 ലക്ഷത്തിലേറെ പേർ ജോലി ചെയ്യുന്നുണ്ട്. റോഡ്, പാലം, കെട്ടിട നിർമ്മാണം തുടങ്ങിയവ രൂപപ്പെടുത്തുന്നതും ഇവരാണ്. എന്നാൽ നിർമ്മാണത്തിനാവശ്യമായ മണൽ ലഭിക്കുന്നതിനും ശേഖരിക്കുന്നതിനും കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ഹരിത ട്രിബ്യൂണലിന്റെ വിധിയുടെ പേര് പറഞ്ഞ് നദികളിൽ നിന്നും മണൽ ശേഖരിക്കാൻ കഴിയുന്നില്ല. രാത്രിയുടെ മറവിൽ മണൽ വാരലും കള്ളക്കടത്തും നടക്കുന്നുമുണ്ട്. ഇത് കാരണം തൊഴിലാളികൾക്ക് ജോലിയില്ലാത്ത അവസ്ഥയാണുള്ളത്. അതുപോലെ തന്നെ ക്വാറി ഉൽപ്പന്നങ്ങളുടെ വിലയും ഉടമകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെങ്കൽ ക്വാറിയുടെ പ്രവൃത്തിയും തോന്നിയ പോലെയാണ് നടക്കുന്നത്. സർക്കാർ ഭൂമിയിൽ പോലും ചെങ്കൽ ഖനനം നടക്കുന്നുണ്ട്. മാത്രമല്ല, തൊഴിലാളികളുടെ രജിസ്റ്റർ സൂക്ഷിക്കണമെന്ന നിയമവും കരാറും നടപ്പിലാക്കാൻ അവർ തയ്യാറാവുകയോ നിയമാനുസൃതമായ ആനുകൂല്യങ്ങൾ തൊഴിലാളികൾക്ക് നൽകാനോ തയ്യാറാവുന്നില്ല. നിർമ്മാണ മേഖലയിലെ ഇത്തരം പ്രശ്നങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടി ആവശ്യപ്പെട്ടാണ് സമരം നടത്തുന്നതെന്ന് സഹദേവൻ പറഞ്ഞു. CITU, AITUC എന്നീ യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും നടത്തുക. സംയുക്ത സമരസമിതി കൺവീനർ MA കരീം, C വിജയൻ, TV നാരായണൻ, അരക്കൻ ബാലൻ, P ശശിധരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.